ലോക്സഭയിൽ പ്രതിഷേധിച്ച 5 കോൺഗ്രസ് എംപിമാരെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, കഴിഞ്ഞ ദിവസം ഈ ലോക്സഭയിലുണ്ടായ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. ഇപ്പോൾ 5 എംപിമാരെ സസ്പെൻഡ് ചെയ്തു എന്ന വിവരമാണ് വരുന്നത്. എന്താണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത്? പ്രിയ, ലോക്സഭയിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുകൊണ്ട് വലിയ തലത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം ഇന്ന് ഇരു സഭകളിലും നടത്തിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണം, അതോടൊപ്പം തന്നെ അക്രമിക്ക് പാസ് നൽകിയ BJP MP ആയിട്ടുള്ള പ്രതാപ് സിംഹയ്ക്കെതിരെ നടപടി വേണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സഭയിൽ നടന്നത്. രാജ്യസഭയിൽ ഇന്ന് 12 മണിയോട് കൂടിയാണ് തൃണമൂൽ കോൺഗ്രസ് MP ആയിട്ടുള്ള ഡെറിക് ഒബ്രൈൻ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് 2 മണിക്ക് രാജ്യസഭ വീണ്ടും ചേർന്ന സാഹചര്യത്തിൽ ഡെറിക് ഒബ്രൈൻ സഭയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് രാജ്യസഭ അധ്യക്ഷനായിട്ടുള്ള ജഗദീപ് ധങ്കറിനെ ക്ഷുഭിതനാക്കുകയും ഡെറിക് ഒബ്രൈൻ സഭയിൽ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 വരെ രാജ്യസഭ നിർത്തിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോക്സഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ഒരു പ്രസ്താവന നടത്തിയത്, ഈ പാർലമെന്റിൽ ഇത്തരം സംഭവങ്ങൾ ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്, ഇതിനു മുന്നേയും ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റിന്റെ തുടക്കം മുതലുള്ള ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു ഒരു പ്രസ്താവന നടത്തിയത്. അതോടൊപ്പം തന്നെ ലോക്സഭയിൽ നിന്ന് 5 MPമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 4 കേരള MPമാരുൾപ്പെടെ 5 പേരെയാണ് ഇപ്പോൾ ലോക്സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഹൈബി ഈഡൻ, TN പ്രതാപൻ, ഡീൻ കുര്യാക്കോസ്, രമ്യ ഹരിദാസ്, ജ്യോതിമണി എന്നീ 5 MPമാരെയാണ് ഇപ്പോൾ ലോക്സഭയിൽ നിന്നും ഈ സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ലോക്സഭയിലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. ലോക്സഭ ഇപ്പോൾ 3 മണി വരെയാണ് നിർത്തിവെച്ചിരിക്കുന്നത്. 3 മണിക്ക് വീണ്ടും ലോക്സഭ ആരംഭിക്കുമ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരിക. പ്രിയ.